morning, all. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നമ്മള് ഇന്റർനെറ്റില് അതുവരേക്കും എടുത്തു അല്ലെ? എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? കഴിക്കുന്നുണ്ട് വേഗം തന്നെ. അപ്പൊ നമുക്ക് ഇനി എടുക്കാനുള്ളത് എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയത് എന്താണ് നെറ്റിന്റെ ഉപയോഗം എന്നുള്ളതെല്ലാം നമുക്ക് ക്ലാസ് എടുക്കാം. ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി അല്ലെ നമ്മളിപ്പോ ഇരിക്കുന്നത് തന്നെ അല്ലെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു മാധ്യമത്തിലൂടെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ ഉപയോഗ കാര്യങ്ങളെല്ലാം എന്താണ് ഇതില് ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റീസ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചെറിയ നമുക്കറിയാവുന്ന മെറ്റേഴ്സ് ഒക്കെ തന്നെയാണ്, എന്നാലും ചെറുതായിട്ട് അത് ഓരോന്നും വിവരിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. Internet, communicating through the internet has revolutionized the people's way to connect and interact globally. നമുക്കറിയാം ഇവിടെ നിന്ന് അല്ലെ ഇപ്പോഴത്തേക്ക് ഏത് രാജ്യത്താണെങ്കിലും ഏത് അകലെ എത്രത്തോളം അകലെയാണെങ്കിലും ഏത് ഗ്രാമങ്ങളിൽ വസിക്കുന്നവരായിട്ടാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഇന്റർനെറ്റ് പ്രദാനം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഉപയോഗം നമുക്ക് അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും അല്ലെ? പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇപ്പൊ എവിടെയും പുറത്ത് എവിടെ ആര് പോയാലും നമുക്ക് അത്ര ടെൻഷൻ ഇല്ല. കാരണം നെറ്റ് വഴി നമുക്ക് വീഡിയോ കോൾ വഴി അവരെ വിസിബിൾ ആയിട്ട് തന്നെ കണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. വോയിസ് ഉണ്ട്, ഇപ്പൊ എന്തെങ്കിലും കാണിച്ചു തരാനും എല്ലാം തന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അത് ഗ്ലോബലി, അതായത് നമുക്ക് ഇന്ത്യയുടെ പുറത്തുള്ള ഏത് രാജ്യത്തേക്കും കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടാണ് ആ ഗ്ലോബലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോളമായിട്ട് തന്നെ നമുക്ക് ആ ഒരു സൗകര്യം ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ പീപ്പിൾസ് വേ ടു കണക്ട് ആൻഡ് ഇന്ററാക്ട് ഗ്ലോബലി. അപ്പൊ ആശയവിനിമയം നടത്തുന്നതിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് ഇന്റർനെറ്റ് സൗകര്യം പ്രദാനം ചെയ്യുന്നത്. It has opened up a multitude of meeting places for quick and convenient communication. ഒരു പേഴ്സണെ മാത്രമാണെങ്കിൽ നമുക്കറിയാം നമ്മളൊരു ഫോൺ കോൾ വഴിയായിട്ടാണ് ബന്ധപ്പെടാറ് അല്ലെ? ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യണം, അതല്ലെങ്കിൽ ഒന്ന് രണ്ട് പേഴ്സൺസ് അത് വ്യത്യസ്ത പ്ലേസിലുള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, നമ്മൾ ഗ്രൂപ്പ് കോളൊക്കെ വഴിയായിട്ടാണ് ഒന്നിച്ച് അവരെ കണക്ട് ചെയ്തിട്ട് സംഭാഷണം നടത്തുന്നത്. ഇതുമാതിരി തന്നെ എന്താണ് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എവിടേക്കാണോ നമുക്ക് നമ്മുടെ ആശയങ്ങൾ എത്തിക്കേണ്ടത് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അതാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ഓപ്പൺഡ് അപ്പ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് മീറ്റിംഗ് പ്ലേസസ് ഫോർ ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ. പെട്ടെന്ന് തന്നെ അതേപോലെ തന്നെ സുഖപ്രദമായ അല്ലെ വലിയ പ്രശ്നങ്ങളോ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും. വീണ്ടും പറയുന്നു, there are some important aspect of communicating through the internet. അപ്പൊ ഇന്റർനെറ്റ് എന്ന സൗകര്യത്തിന്റെ ബേസിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഈ ആശയവിനിമയം സാധ്യമാകുന്നത്? ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇമെയിൽ അല്ലെ? ഇമെയിൽ വഴി നമ്മുടെ മെസ്സേജുകളെല്ലാം മറ്റു പ്ലേസുകളിലേക്കെല്ലാം നമ്മൾ എത്തിച്ച് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആശയവിനിമയം സാധ്യമാകുന്നു. അത് നോക്കാം. Email is one of the most vastly used method of internet communication. It permits users to send and receive messages, documents, and multimedia content rapidly and secure. അതായത് നമുക്കറിയാം നമ്മൾ ഒരു മെസ്സേജ് അല്ലെ മറ്റുള്ള ഒരു പ്ലേസിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ മെയിൽ വഴി നമ്മൾ സെൻഡ് ചെയ്യുന്നത് മാത്രമല്ല, ഡോക്യുമെന്റ്സ് എന്താണെങ്കിലും നമുക്ക് മെയിൽ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ അതോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കാനും പറ്റുന്ന ഒരു മാധ്യമമാണ് ഇമെയിൽ എന്ന ആ ഇന്റർനെറ്റിന്റെ ആ ഒരു പ്രൊവിഷൻ നമുക്ക് ഒരുക്കി തരുന്നത്. Then email provides a flexible and asynchronous mode of communication. അതെന്താ പ്രധാനമായിട്ടും പറയുന്നത്? അസിൻക്രോണസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അല്ലെ അത് കാര്യക്ഷമതയോടുകൂടി നല്ല കൃത്യമതയോടുകൂടിയിട്ട് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ടെൻഷൻ അല്ലെ, ഇമെയിലൊക്കെ അയക്കുമ്പോൾ എവിടെയെങ്കിലും ബ്രേക്ക് ആയി പോകും അങ്ങനെയുള്ളതൊന്നുമില്ല. നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമെയിൽ അവർക്ക് പ്രൊവൈഡ് അല്ലെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പൊ അതാണ് പറയുന്നത്, ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ. ഇൻ കേസ് നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും അയ്യോ നമ്മൾ അയച്ചതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു അല്ലെ മെയിൽ അതല്ലെങ്കിൽ അയച്ച് അവിടേക്ക് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വേണ്ടാതെ വെച്ച് വേറൊരു മെയിലേക്ക് വേറെ മെസ്സേജുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തായി. അപ്പൊ ഇത് ഒരു ഫ്ലെക്സിബിൾ അല്ലെ, നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്ക് മെയിൽ ഐ ഡി വരെ മാറ്റി മാറ്റി കൊടുക്കാം ഓരോന്നിനും അല്ലെ, ഓരോന്നും. പക്ഷെ നമ്മുടെ പ്രത്യേകത മെയിൽ ഐ ഡി ഓർത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മെയിൽ ഐ ഡി ഓരോന്നിനും ഓരോ യൂസറിനനുസരിച്ചിട്ട് നമുക്ക് മെയിൽ ഐ ഡി ഒക്കെ മാറ്റി കൊടുത്ത് നമ്മളുടേതായ രീതിയിൽ തന്നെ നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അത് ഉപയോഗപ്രദമാക്കാം. ഞാൻ പറയുന്നു, പാരമീറ്റിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി അക്രോസ് ഡിഫറെന്റ് ടൈം സോൺസ്. അതായത് വ്യത്യസ്ത മേഖലകൾ അല്ലെ, നമ്മൾ ഈ മെയിൽ അയച്ചോളാനാണ് പ്രധാനമായിട്ടും ബിസിനസ് ലാംഗ്വേജിൽ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്. ഞങ്ങൾ മെയിൽ ഐ ഡി എന്താണ് അല്ലെ, ഫോൺ നമ്പറിന് പോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മെയിൽ. മെയിൽ ഐ ഡിയിലൂടെയാണ് മെസ്സേജുകളും അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് എത്രയും പ്രധാനപ്പെട്ട ഒരു അല്ലെ നമ്മുടെ ഫെസിലിറ്റിയാണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് മെസ്സേജുകൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന സൗകര്യമാണ് ഇമെയിൽ എന്നുള്ളത്. നെക്സ്റ്റ് എന്താ പറയുക, വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. എല്ലാവർക്കും തന്നെ ഇമെയിൽ കാണാം അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇമെയിൽ ഐ ഡി കാണാം. അത് നമുക്കറിയാം, ലെറ്റേഴ്സ് വരെ അല്ലെ, അത് കറക്റ്റ് ആയിരിക്കണം. അതിന്റെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും അതിന്റെ സ്പേസും എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. നമുക്ക് മെയിൽ ഐ ഡി തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ അത് ഉപയോഗപ്രദമാകുന്നത് കൊണ്ട് അധികം നിങ്ങൾക്ക് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഓർത്തിരിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റർനെറ്റിന്റെ ഒരു സൗകര്യമാണ് ഇമെയിൽ ഉള്ളത്. അത് മെസ്സേജ് അയക്കാനും ഡോക്യുമെന്റ് ഒക്കെ അയക്കാനായിട്ട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടൂളാണ്. നെക്സ്റ്റ് വോയിസ് ആൻഡ് വീഡിയോ കോൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ടെൻഷൻ ഇല്ല അല്ലെ, അകലങ്ങളിൽ പാർക്കുന്നവര് ഇപ്പൊ പോകുമ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ ഇല്ല. എന്തുകൊണ്ടാ, അവരുടെ വോയിസ് കേൾക്കാനായിട്ട് ഏത് സമയമാണെങ്കിലും നമുക്കത് വോയിസ് കേൾക്കാം. അതോടൊപ്പം തന്നെ വീഡിയോ അല്ലെ, നമുക്ക് വിഷ്വലി അവരെ കാണാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ഈ ഒരു സൗകര്യം എന്താണ് നമ്മുടെ ഇന്റർനെറ്റിന്റെ, അത് നമുക്കറിയാം. നെറ്റ് ഓൺ ആക്കിയില്ല എങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നെറ്റ് ഓൺ ആക്കി നമ്മുടെ വിളിക്കുന്നവരും അതേമാതിരി തന്നെ റിസീവ് ചെയ്യുന്നവരും ഒരുപോലെ തന്നെ നെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രമാണ് നമുക്ക് വോയിസ് ആൻഡ് വീഡിയോ കോള് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് തന്നെ അതിൽ പറയുന്നത്, ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസ് ലൈക്ക് സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീംസ് make individuals and business able to have a real-time audio and video conversation. അതായത് നമുക്ക് സംഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ സ്കൈപ്പ് അല്ലെങ്കിൽ സൂം മീറ്റിംഗ് ഒക്കെ വഴി ഒരുപാട് അല്ലെ ബിസിനസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴെന്താണ്, ചിലപ്പോൾ ചില ഡിസിഷൻസ് തീരുമാനങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അതല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഏതാണെങ്കിലും ഏത് സ്ഥാപനങ്ങളിലാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗും സംഭവങ്ങൾ അല്ലെ സ്കൈപ്പ് വഴിയോ സൂം മീറ്റിംഗ് ഒക്കെ വഴിയാണ് അത് സംഘടിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് അതില് എല്ലാവരും പങ്കാളിയാവും അല്ലെ. ആ ലിങ്ക് അയച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ കയറും, അതിലെല്ലാവരും പങ്കാളി. നിങ്ങളിപ്പോ ഓൺലൈൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനി പ്രത്യേകം ഇതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ടതില്ല. അപ്പൊ അവിടെ പ്രധാനമായിട്ടും വോയിസും വീഡിയോസും അല്ലെ, അവര് വിഷ്വലി കാണിച്ചു തരേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാറ്റേഴ്സ് കാണിച്ചു തരും. അതേമാതിരി തന്നെ വോയിസ് കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യും. നമുക്കറിയാം, ഓരോ ടൈം ടു ടൈമില് ഓരോരുത്തർക്കും സമയത്തിന് മാത്രം ഓണാക്കി നമ്മുടെ വോയിസ് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം അവരെ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. അപ്പൊ വോയിസ് ആൻഡ് വീഡിയോ കോൾ ആണ് നെക്സ്റ്റ് ഇന്റർനെറ്റിന്റെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു ഫീച്ചർ ആയിട്ട് കാണിക്കുന്നത്. ദെൻ സോഷ്യൽ മീഡിയ. അപ്പൊ നെറ്റിന്റെ സൗകര്യങ്ങൾ വളരെയധികം ഉണ്ട് അല്ലെ. ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ ചെയ്യാം, അതേമാതിരി തന്നെ വോയിസ് വീഡിയോ കോൾ ചെയ്യാം. ഈ സോഷ്യൽ മീഡിയയിൽ എന്താണ് പ്രത്യേകത? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ലിങ്ക്ഡ്ഇൻ ഹാവ് ചേഞ്ച്ഡ് ദ വേ people communicate and share information online അല്ലെ. ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്കറിയാം ചിലത് അല്ലെ, എല്ലാവരും ചിലപ്പോ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് അല്ലെ. പണ്ടത്തെ ലിങ്ക്ഡ്ഇൻ തുടങ്ങി ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമും വരെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നവരായിരിക്കും, യൂസ് ചെയ്തവരുമായിരിക്കും. അപ്പൊ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ കാണുന്നത്, നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുക അല്ലെ. ഒരു പറയല്ലേ, ഈ ഇതില് ഇൻസ്റ്റാഗ്രാമിലൊന്നും നമ്മള് കയറി പറ്റിയില്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല. ചില പേഴ്സൺസിനെ കുറിച്ചിട്ടൊക്കെ അതിലൂടെയാണ് എല്ലാ വ്യക്തികളും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്.
എന്തുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത? അപ് ടു ഡേറ്റ് ആയിട്ട് ഇവര് കാര്യങ്ങളെല്ലാം അന്നത്തേക്ക് ഷെയർ ചെയ്യും അല്ലെ. അപ്പൊ അത് വരുമ്പോഴെന്താണ് ആ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നമുക്കറിയാം ഇതുകൊണ്ട് കുറെ ദുരുപയോഗങ്ങളുമുണ്ട് അല്ലെ. ഒരുപാട് സമയം, വിലപ്പെട്ട സമയം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കി നോക്കി സമയം ചെലവഴിക്കുന്നവരുണ്ട്. ഇതുകൊണ്ട് നല്ല നേട്ടങ്ങളുമുണ്ട്, അതേപോലെ തന്നെ ചില നഷ്ടങ്ങളുമുണ്ട്. സമയം ഒക്കെ നഷ്ടപ്പെടുത്താൻ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഉപകാരങ്ങൾ മാത്രം അല്ലെ, ചിലർക്കൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പൊ അതിലെന്താ പറയുന്നത്? ഹാവ് ചേഞ്ച് ദ വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ ഇൻഫോർമേഷൻ ഓൺലൈൻ. പണ്ടത്തെ അപേക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന അല്ലെ, എന്ത് വിവരങ്ങളാണെങ്കിലും ഓൺലൈൻ വഴി മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. These platforms offer a vast reach of communication tools, which includes started updates, comments, such as direct messaging and video sharing. നമുക്കറിയാം അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, മെസ്സേജുകളുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ അല്ലെ ഓൺലൈനായിട്ട് തന്നെ എല്ലാവിടേക്കും എളുപ്പം തന്നെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക പർട്ടിക്കുലർ പേഴ്സണെ എടുത്ത് നമ്മൾ ഒരു ഇതിലേക്ക് മാത്രമല്ല, ആ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരും അല്ലെ, എല്ലാവർക്കും അത് അവർക്ക് വിസിബിൾ ആകും. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എന്താ ഇതിൽ പ്രത്യേകം പിന്നെയും എടുത്ത് പറയുന്നത്? കമന്റ്സ് സച്ച് ആസ് ഡയറക്റ്റ് മെസ്സേജ് ആൻഡ് വീഡിയോസ് ഷെയറിങ്സ്. അതായത് നമുക്ക് എളുപ്പത്തിൽ ഒരു കാര്യം നമുക്ക് മറ്റുള്ളവർ ഏത് ഭാഗത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതിപ്പോ അങ്ങ് ഗ്ലോബലി അങ്ങ് ഏതെങ്കിലും കൺട്രിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മേക്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ഏബിൾ ടു കണക്ട്, കൊളാബറേറ്റ് ആൻഡ് എൻഗേജ് വിത്ത് ബ്രോഡർ ഓഡിയൻസ്. നമുക്കറിയാം അല്ലെ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ നമുക്കറിയാം. അപ്പൊ അതെന്താണ്, ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഷെയറിങ് കാര്യങ്ങളൊക്കെ അല്ലെ. അവരുടെ ട്വിറ്ററിൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ ട്വിറ്ററിൽ വന്നു എന്ന് പറഞ്ഞാൽ അവരെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം ആ മെസ്സേജ് വായിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ചില എന്തുകളല്ലേ, അത് അവരെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു മെസ്സേജ് എത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള അവസരങ്ങൾ. അപ്പൊ അത് യൂസബിൾ ആയിട്ടുള്ളവർ ഒരുപാട് ഉണ്ട്. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞ മാതിരി സമയം അല്ലെ, കുട്ടികളായിരിക്കുന്നവരൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ട്വിറ്റർ അത് ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോഴെല്ലാം അവരുടെ സമയം ധാരാളം നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പൊ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ പറയുന്നത് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. നമ്മൾക്ക് ഒരുപാട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫയലുകളെല്ലാം അങ്ങോട്ട് അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യേണ്ടതുണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഫണ്ടുകളിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ സ്പേസുകൾക്ക് അനുസൃതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫയലുകളൊക്കെ ഷെയർ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം ചില ഫോണുകളിൽ അല്ലെ ഒരു നിശ്ചിത കപ്പാസിറ്റി ഉണ്ടാവും നമ്മുടെ ഫോണുകൾക്കൊക്കെ. ഇൻ കേസ് അല്ലെങ്കിൽ നമ്മൾ വലിയ ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ആ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത, ക്ലൗഡ് സ്റ്റോറേജിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരിക്കലും ഫോണൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടില്ല. ഫോൺ നഷ്ടപ്പെട്ടാലും അതിന്റെ ആ ഒരു രീതി അനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫോൺ അനുസരിച്ചിട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പുതിയ ഫോണിലേക്കാണെങ്കിലും തിരിച്ചു വന്നത്. കാരണം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്താണ്, നെറ്റിൽ തന്നെയാണ്, ഇന്റർനെറ്റിന്റെ സൗകര്യത്തിൽ തന്നെയാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരിക്കലും ആ സ്റ്റോറേജ് ക്ലൗഡ് സ്റ്റോറേജ് ആപ്ലിക്കേഷൻ വെച്ച് സ്റ്റോർ ചെയ്തതിനുള്ള പ്രത്യേകത ഒരിക്കലും സ്റ്റോറേജ് അല്ലെ ഭയങ്കര നമ്മൾക്കറിയാം ചില ഫോണുകളൊക്കെ എപ്പോഴും ഹാങ് ആവും. കാരണം അതിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി കുറഞ്ഞത് കൊണ്ടാണ്. കൂടുതൽ നമ്മൾ സേവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് ഹാങ് ആയിക്കും. പക്ഷെ ബിസിനസ് സംബന്ധമായിട്ടുള്ള അവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്ലൗഡ് സ്റ്റോറേജ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം അവർക്ക് ഒരു പക്ഷേ ഫോൺ നഷ്ടപ്പെട്ടാലും മറ്റേതെങ്കിലും നഷ്ടപ്പെട്ടാലും നെറ്റില് അത് അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വിവരങ്ങളൊക്കെ ഇപ്പൊ ഇയർലി ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഓരോ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് അത് എന്താ പറയുക ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇന്റർനെറ്റിന്റെ പ്രധാനപ്പെട്ട സൗകര്യങ്ങളാണ്. അപ്പൊ എന്താ നോക്കാം, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം like Google Drive, Dropbox, and OneDrive makes users able to share and collaborate on documents, images, and other files.
അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഫയലുകൾ അപ്പൊ അത് ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വ്യത്യസ്ത ഡിവൈസുകളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആവശ്യം വരുന്നത്. അതല്ലെങ്കിൽ എന്താണ് വ്യത്യസ്ത ഡിവൈസുകളിലേക്ക് മാത്രമല്ല വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നാം അല്ലെ. ഒരാൾ ഒരു ബിസിനസ് പ്ലാൻ ഉപയോഗിക്കുന്ന മാറ്റേഴ്സ് വ്യത്യസ്ത നമുക്കറിയാം ഫോൺ ഉപയോഗിക്കുന്നവരുണ്ടാവും, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാവും, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുണ്ടാവും, അങ്ങനെ വ്യത്യസ്ത ഡിവൈസുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പൊ അത് ഇതാണെങ്കിൽ അല്ലെ ഏത് ഡിവൈസ് ആണെങ്കിലും അതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് അതിലേക്ക് അത് ഷെയർ ചെയ്യാനായിട്ടുള്ള സൗകര്യം എന്താണ് ഇന്റർനെറ്റിനുണ്ട്, ഇന്റർനെറ്റിന്റെ സൗകര്യത്തിലുണ്ട്. അതുമാതിരി തന്നെ ഇതേമാതിരി തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ചിലപ്പോ ഒരു സിസ്റ്റം തന്നെയാണ് മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന് മറ്റ് സിസ്റ്റങ്ങളിലേക്ക് അല്ലെ വേറെ കൺട്രിയിലായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് ഇരുന്നുകൊണ്ടായിരിക്കും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അതിനുമുള്ള സൗകര്യം എന്താണെന്ന് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പം വ്യത്യസ്ത രീതിയിലുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ ഗൂഗിൾ ഡ്രൈവ് നമുക്കറിയാം ഒരു ഓൺലൈനിൽ നമുക്ക് സംഭരിക്കാൻ അനുവദിക്കുന്ന ഒരു സ്റ്റോറേജ് സർവീസ് ആണ്. ഓൺലൈനായിട്ട് തന്നെ സ്റ്റോറേജ് സർവീസ് നമുക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും ആക്സസ് അതായത് ഷെയറുകൾ മറ്റു ഡിവൈസുകളിലേക്കൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള അത് ഉപയോഗിച്ചിട്ടാണ് ഡ്രോപ്പ് ബോക്സ് പോലെയുള്ള ഇത് ഉപയോഗിച്ചിട്ടാണ് മറ്റു ഡിവൈസുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നത്. വൺ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് ഏതൊരു പ്ലേസിലേക്കും ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ വൺ ഡ്രൈവ് എന്നുള്ള ഒരു ഫെസിലിറ്റി സൗകര്യം ഉപയോഗിച്ചിട്ട് ഈ നമ്മുടെ മെസ്സേജുകളെല്ലാം അല്ലെങ്കിൽ ഫയലുകളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. നമുക്കറിയാം ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ അവർ ഉപയോഗിക്കുന്ന മെത്തേഡ് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവര് ഓരോ ഇതുകളായിരിക്കും എന്താണ് ഉപയോഗിക്കുന്നത് ആ രീതിയാണ് എല്ലാവരും ഫോളോ ചെയ്യുള്ളൂ. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഈ സൗകര്യങ്ങളെല്ലാം ഇന്റർനെറ്റ് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇനി പറയുന്നത് എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് എ കൺവീനിയന്റ് ആൻഡ് സെക്യൂർ വേ ടു സ്റ്റോർ ആൻഡ് ആക്സസ് ഫയൽസ് from anywhere, fostering seamless communication and collaboration. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പ്രധാനമായിട്ടും ഈ ക്ലൗഡ് സ്റ്റോറേജിന്റെ ഉപയോഗം എന്നുള്ളത്. ക്ലൗഡ് സ്റ്റോറേജ് എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും നമ്മുടെ ഫയലുകളിൽ നിന്ന് നഷ്ടപ്പെട്ട് നമ്മുടെ മൊബൈൽ ഇൻ കേസ് മിസ്സായി പോയാലും ആ ഫയലുകളൊന്നും മിസ്സായി പോകരുത് എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അല്ലെ ഇത്തരത്തിലുള്ള ഫയലുകളെല്ലാം നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്ലൗഡ് സ്റ്റോറേജിന്റെ ആ ഫെസിലിറ്റി എന്താണ് പ്രധാനമായിട്ടും എല്ലാ സ്ഥലത്തിലേക്കും സഹകരിച്ച് എല്ലാവർക്കും ആശയവിനിമയം നടത്താൻ ഏത് ടൈമിലും ചില കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മാറ്റേഴ്സ് നമുക്ക് വീണ്ടും കാണിച്ചിട്ട് മറ്റു പ്ലേസുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സൗകര്യം ഇന്റർനെറ്റിന് ഇത്തരത്തിലുള്ള സൗകര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെയാണ് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ്. വെബിനാർസ് നിങ്ങൾ കേട്ട് കാണാം അല്ലെ. ഇപ്പോഴും നമ്മുടെ വെബിനാറുകൾ അല്ലെ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ വെബിനാറുകളും പ്രസന്റേഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിലും എന്താണ് വെബ്സൈറ്റിലൂടെയാണ് അത് ആലോചിക്കുന്നതൊക്കെ. അപ്പൊ വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ കൂടി ആലോചിക്കും, തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ പല സ്ഥലങ്ങളിലുമായിട്ട് വെബ്സൈറ്റിലൂടെ സഹകരിച്ച് കൂടി ആലോചന നടത്തുന്ന ഒരു സെമിനാറാണ് വെബിനാർ എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ എന്താണ് നെറ്റിന്റെ ഒരു ഫെസിലിറ്റീസ് ആണ്. അത് ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂം മീറ്റിംഗ് നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും, വെബിനാർ സംഘടിപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. കമ്പനികളാവുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഫയലുകൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്താണോ ഓരോ യൂണിറ്റും യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അവരവരുടെ ഡ്യൂട്ടി കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഇന്റർനെറ്റ് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലെ ഓൺലൈൻ പ്രസന്റേഷൻ നമ്മൾ പറഞ്ഞു, പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ തന്നെ ഓൺലൈൻ അല്ലെ വെബിനാറൊക്കെ വഴി അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെല്ലാം അല്ലെ നമ്മൾ പ്രസന്റ് വിഷ്വലി എന്തെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യം അത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ്സ് ഫോർ ദ ഹോസ്റ്റിംഗ് ഓഫ് webinar and online presentations where speakers can give out content and interact with the participants in real time. അല്ലെ യഥാർത്ഥത്തിൽ ഒരു സമയത്ത് തന്നെ നമുക്കറിയാം സ്പീക്കേഴ്സ് വരുന്ന എല്ലാവരോടും വരുന്ന അല്ലെ എല്ലാം കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന പാർട്ടിസിപ്പൻസിന്റെയും ഇടയിൽ ഇത് കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും അവതരിപ്പിക്കാനോ എന്തെങ്കിലും
അവരിൽ നിന്ന് ചോദിച്ചറിയാനൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ അല്ലെ പ്രസന്റ് ചെയ്യാൻ. പക്ഷെ നമുക്ക് വെബിനാറിലൂടെ പ്രസന്റ് ചെയ്ത് കാണിക്കാനൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ടീച്ചിങ് മോഡലിലൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഏത് രീതിയിലും ഇപ്പോഴത്തെ ആ ഒരു നെറ്റിന്റെ സൗകര്യം ഉപയോഗപ്രദമായിട്ട് എന്താ പറയാ വിഷ്വലി പ്രസന്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സൗകര്യം കൂടി വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷനിൽ വരുന്നുണ്ട്. Then platforms such as GoToWebinar and WebEx facilities interactive online events which enables knowledge sharing, training sessions and product demonstrations. അതായത് നമ്മൾ പറഞ്ഞല്ലേ കമ്പനികളൊക്കെ ആകുമ്പോൾ അവരുടെ പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ടീച്ചിങ് രീതിയിലൊക്കെ ആണെങ്കിൽ എന്താണ് സ്റ്റുഡൻസിന് എന്തെങ്കിലും കാര്യങ്ങൾ അത് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിരിക്കും. ഇൻ കേസ് ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലോ ട്രെയിനിങ് വഴി അല്ലെ നമ്മൾ വെബിനാർ ഈ സംഭവങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതിലൂടെ ട്രെയിനിങ് ചെയ്തിട്ട് അതായത് അകലെയുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിലും അല്ലെ നമുക്കറിയാം ഒരു നിശ്ചിത പ്ലേസിൽ വന്ന് ക്ലാസ് ഇപ്പൊ നിങ്ങൾ തന്നെ ഓൺലൈനിലാണ് ടീച്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അത് ടീച്ച് ചെയ്യുന്നത് നമ്മള് അവിടെ വന്ന് അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഞങ്ങളുടെ മുമ്പിൽ വന്നല്ല എങ്കിലും ആക്ച്വലി നിങ്ങൾ പഠിച്ചു പോവുകയാണ്, നമ്മൾ ക്ലാസ് എടുത്തും പോവുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഏത് കാര്യമാണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ഏതാണെങ്കിലും അവര് യൂസ് ചെയ്യുന്ന ടൂൾ അനുസരിച്ചിട്ടായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ് സെക്ഷനിലോ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷനിലോ അല്ലെങ്കിൽ നോളജ് ഒക്കെ ഷെയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഓവറോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഓഫേഴ്സ് a range of effective, convenient and dynamic methods to link with others, share information and collaborate across distance. അതായത് നമുക്ക് അല്ലെ അകലങ്ങളൊന്നും പ്രശ്നമല്ല. ഇപ്പോഴത്തെ കാലത്ത് എന്ത് കാര്യം അറിയണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ചാണെങ്കിലും അതിന്റെ ലിങ്കിൽ പോയി നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളിലേക്ക് കയറും അല്ലെ. നമ്മളിപ്പോ എപ്പോഴും ലിങ്ക് വഴിയാണ് കയറുന്നത് അല്ലെ. അപ്പൊ ആ അയക്കുന്ന ലിങ്കിൽ കയറി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടാനായിട്ട് അവിടെ നിന്ന് എഫക്റ്റീവായ രീതിയിൽ നല്ല സൗകര്യപ്രദമായിട്ട് കാര്യക്ഷമമായിട്ട് സൗകര്യപ്രദമായ രീതിയിലും ആശയവിനിമയം നടത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. The internet has brought the people closer together, promoting global connectivity and breaking down barriers of time and location. അതായത് ഒരു സ്ഥലം അല്ലെ ഒരു അകലം എന്നുള്ളത് ഒരു പ്രശ്നമല്ല. സമയം എന്നുള്ളത് വിലപ്പെട്ട സമയം എന്നത് നഷ്ടപ്പെടാണ്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അത് എവിടെ അതായത് ഗ്ലോബലി ആണെങ്കിലും നമുക്കല്ലേ ഒരു നിശ്ചിത ഇന്ത്യ എന്ന കൺട്രിയുടെ ഉള്ളിൽ മാത്രം അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റിൽ എന്നുള്ള രീതിയിൽ ഉള്ളിൽ മാത്രമല്ല മൊത്തത്തിൽ എവിടെ വേണമെങ്കിലും ഒന്നിച്ചു നിന്ന് അല്ലെ ഒരു ടുഗദർ ആയിട്ട് ഒന്നിച്ചു നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യങ്ങളെല്ലാം എന്താണ് ഇതിലൂടെ നെറ്റിന്റെ ഇന്റർനെറ്റിന്റെ സൗകര്യത്തിലൂടെ നമുക്ക് സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. ഇമെയിൽ വഴിയാവാം, വോയിസ് ആൻഡ് വീഡിയോ കോൾ വഴിയാവാം, സോഷ്യൽ മീഡിയ പോലെയുള്ള എന്താണ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാം. അതേമാതിരി തന്നെ എന്താണ് ഫയൽ ഷെയറിംഗ് ഒക്കെ അല്ലെ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് ആൻഡ് വൺ ഡ്രൈവ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഫയലുകളെല്ലാം കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. അതേമാതിരി വെബിനാറുകളും സെമിനാറുകളൊക്കെ അല്ലെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രസന്റേഷൻസ് വഴി മീറ്റിംഗ് സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. ടെസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.
എന്നാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിലും നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അപ്പൊ ഇനി നമുക്ക് അടുത്തതും നിങ്ങൾക്ക് പരിചിതമായ തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് നമ്മുടെ വെബ് ബ്രൗസേഴ്സ്. അപ്പൊ നമ്മൾ അറിയാം ഇന്ന് അല്ലെ വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വെബ് ബ്രൗസേഴ്സിലേക്ക് കയറിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത് അല്ലെ. www. എന്ന് പറഞ്ഞുകൊണ്ട് കയറിയിട്ട് ഓരോ സൈറ്റുകളൊക്കെ സന്ദർശിച്ചിട്ടാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇന്നത്തെ ജസ്റ്റ് പറയുന്നത്. എന്താണ് നോക്കാം. വെബ് ബ്രൗസേഴ്സ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് that makes users able to evaluate and navigate the world wide web. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ അല്ലെ. പ്രോഗ്രാം നമ്മൾ പറഞ്ഞു, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഓരോ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണ്, വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് അല്ലെ. നമ്മള് www. എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സൈറ്റുകളൊക്കെ അടിച്ച് അതിപ്പോ എവിടെ നിന്നാണ്, ഇപ്പൊ ഇന്ത്യക്ക് പുറത്തു നിന്നാണെങ്കിലും നെറ്റിന്റെ നെറ്റ് സൗകര്യം ഓണാക്കിയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നെങ്കിൽ ആ വെബ്സൈറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ആ വെബിലൂടെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് അത് ആ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ വെബ് സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെബ് ബ്രൗസർ ആണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. ഇതെന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. ദാറ്റ് മേക്സ് യൂസേഴ്സ് ഏബിൾ ടു എവാലുവേറ്റ് ആൻഡ് നാവിഗേറ്റ് ദ വേൾഡ് വൈഡ് വെബ്. അതായത് നമുക്ക് സഞ്ചരിക്കണം അല്ലേ, നമ്മള് ഇതിലേക്ക് സെർച്ച് ചെയ്ത് അതിലേക്ക് കയറി ചെന്നിട്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നോക്കുന്നത്. അപ്പൊ വേൾഡില് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് ഗ്ലോബലി തന്നെ നമുക്ക് കയറി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ആണ് എന്താന്ന് പറയുന്നത് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. They provide a graphical user interface for individuals to interact with the websites. നമുക്കറിയാം ഗ്രാഫിക്കലി നമുക്ക് അല്ലെ, നമുക്കത് പിക്ചർ ഓരോന്ന് ഇന്ന സ്റ്റെപ്പ് വഴിയായിട്ടാണ് നമ്മൾ അതിലേക്ക് കയറി പറ്റുന്നത്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ നമുക്ക് അറിയാം, ഒരു പ്രത്യേക ഫോമാറ്റ് അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് എററോ ഒരു കുത്തോ ഫോമോ അല്ലെങ്കിൽ ഒരു സ്ലാഷോ എന്തെങ്കിലും ഒരു മാറ്റർ മിസ്സിംഗ് ആണ് എങ്കിൽ നമുക്ക് അതിലേക്ക് കയറാനായിട്ട് സാധിക്കും. സെർച്ച് ഫോർ ഇൻഫോർമേഷൻ ആൻഡ് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇങ്ങനെ കയറി പറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, എന്തെങ്കിലും വിവരങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതില് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മളത് പ്രധാനമായിട്ട് സെർച്ച് ചെയ്യുന്നത്. ഇനി ഫയൽ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് എക്സാമ്പിൾസ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്. ഇതെല്ലാം എന്താണ്, ഗൂഗിൾ ക്രോം വഴി നമ്മൾ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കും. അതേമാതിരി മൊസില്ല ഫയർഫോക്സ് ഒക്കെ വഴി. ഇതൊക്കെ എന്താണ്, വെബ് ബ്രൗസേഴ്സ് ആണ്. ഈ വെബ് ബ്രൗസേഴ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നത്. There are some important points about the web browsers. ഈ വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയാണ്. യൂസർ ഇന്റർഫേസ് എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ യൂസർ ഇന്റർഫേസ് പറയുന്നുണ്ട്. വെബ് ബ്രൗസേഴ്സ് എക്സ്റ്റെൻഡ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് വിത്ത് ആസ്പെക്ട് ലൈക്ക് അഡ്രസ് ബാർസ്, ബുക്ക് ബാർസ് ആൻഡ് നാവിഗേഷൻ ബട്ടൺസ്. അതായത് എല്ലാത്തിലും പറയുന്ന മാതിരി തന്നെ അഡ്രസ് അല്ലെ, ഫ്രണ്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെ, നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ കാര്യങ്ങളെല്ലാം വരും. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ ആ രീതിയിലൂടെ തന്നെ നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. They permit users to get into website address URLs. URLs എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. URLsന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. URLs യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വെബ്സൈറ്റ് അല്ലെ, നമ്മൾ എല്ലായിടത്തും യൂണിഫോം ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും വെബ്സൈറ്റ് ഡിഫറെന്റ് അല്ലെ. ഇവിടുത്തെ കൺട്രിയിലെ ഒരു
വെബ്സൈറ്റും വേറൊരു കൺട്രി ചെന്ന വേറൊരു വെബ്സൈറ്റ് അല്ല, യൂണിഫോം ആയിട്ട്, അതായത് ഒരുപോലെ തന്നെയുള്ള ഒരു ഇത് തന്നെയാണ് എല്ലാത്തിനും ഐഡന്റിറ്റി ആയിട്ട് കൊടുക്കുന്നത്. ആ വെബ്സൈറ്റിൽ തന്നെ കയറിയിട്ടാണ് എവിടെ നിന്ന് കയറിയാലും അതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് വെബ്സൈറ്റ് അഡ്രസ് URLs ആണെന്ന് പറയുന്നത്, അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേഷൻ. ഇനി പറയുന്നു റിസർച്ച് ക്വയറീസ് ആൻഡ് എക്സിബിറ്റ്സ് ദ റിക്വസ്റ്റഡ് വെബ് പേജസ് ഇൻ എ വിഷ്വലി അപ്പീരിംഗ് ഫോർമാറ്റ്. നമ്മളിപ്പോ അതിലേക്ക് കയറി കഴിഞ്ഞാലേ, നമ്മളൊരു വെബ്സൈറ്റിൽ അഡ്രസ് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന അത്രയും മാറ്റേഴ്സ് അതിൽ കാണിച്ചു തരും. അതായത് അതിൽ കാണിച്ചു തരുമ്പോൾ എന്താണ്, ചിലപ്പോ അതിന്റെ കുറെ ഉള്ളടക്കങ്ങളോ അതല്ലെങ്കിൽ ഇതിലെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകരുടെ പേരുകളോ അങ്ങനെ ഇത് തുടങ്ങിയ ഹിസ്റ്ററിയുടെ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമ്മളിപ്പോ ഏത് ഇതിനെ എടുത്ത്, ഇപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ച് നമ്മളൊരു വെബ്സൈറ്റിൽ കയറി നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു കേരള PSC കുറിച്ചിട്ട് അതിന്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ കുറെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണെങ്കിലും നമുക്ക് ആ ഡീറ്റെയിൽസ് അതേ വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്ത് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ അത് കാണിച്ചു തരും. അത് റിക്വസ്റ്റ് ചെയ്യുന്ന അല്ലെ, നമ്മളിപ്പോ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ആവശ്യം അല്ലെ, ഇപ്പോ നമുക്കറിയാം PSCയിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മുടെ ആവശ്യം ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന ഇതിനെ കുറിച്ചിട്ട് അറിയണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഇന്ന റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചായിരിക്കും. എന്താണോ നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ടൈപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അതിലേക്ക് വീണ്ടും കയറി പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നത് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി വീണ്ടും പറയുന്നുണ്ട് റെൻഡറിങ് വെബ് പേജസ്, അതായത് ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിങ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. അതായത് ഇത് തന്നെ റെൻഡറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രീകരിച്ച് കാണിക്കുന്നു അല്ലെ, അത് നമുക്ക് ബ്രൗസേഴ്സിന്റെ ഉപയോഗം എന്നുള്ളത് ഒരു റെൻഡറിങ് നമുക്ക് എടുത്തെടുത്ത് കാണിക്കാം അല്ലെ. ഇതിപ്പോ ഫസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഓരോ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ടാവാം, ഇങ്ങനെയൊക്കെ പോണെങ്കിൽ അതങ്ങനെ, അങ്ങനെ ഉപയോഗിക്കുന്നത് അതങ്ങനെ. അപ്പൊ നമ്മൾ ആ ഒരു ചിത്രീകരണത്തിന്റെ ബേസിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് പറയുന്നത് റെൻഡറിങ് വെബ് പേജസ്, ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിങ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. നല്ല ആവശ്യമായിട്ടുള്ള ഉള്ളടക്കങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവര് ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ ഓരോ മെത്തേഡുകളിലേക്ക് അതനുസരിച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കാമല്ലോ. ടാബ്ഡ് ബ്രൗസിംഗ്. ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത് is an accepted features in a web browser that permits users to open multiple web pages within a single browser windows. നമ്മളിപ്പോ ഒരു വെബ് പേജിൽ കയറി, ഇപ്പൊ നേരത്തെ പറഞ്ഞ കേരള PSCയിൽ കയറിയപ്പോഴാണ് മനോരമയിൽ ഒരു ന്യൂസ് കണ്ടല്ലോ. അപ്പൊ നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത ഒരു ന്യൂസിനെ പറ്റിയിട്ട് എന്തെങ്കിലും കണ്ടു അല്ലെ, എന്തെങ്കിലും വാർത്ത കണ്ടതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വെബ്സൈറ്റിൽ കയറിയത്. അപ്പൊ ആ വാർത്ത എത്രത്തോളം ശരിയാണ് അതിനെ കുറിച്ചിട്ട് ഒന്നും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട്, നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വിചാരിക്കുന്ന മൈൻഡിലേക്ക് ആയിരിക്കും ചിലപ്പോൾ ഓരോ വെബ്സൈറ്റിലേക്ക് കയറുന്നത്. അപ്പൊ ആ വെബ്സൈറ്റിൽ കയറി ചെല്ലുമ്പോഴായിരിക്കും അയ്യോ എന്താണാവോ ശരിക്കും ഞാൻ വായിച്ചത് കൃത്യമാണോ, അപ്പൊ എനിക്ക് ഒന്നും കൂടി വായിക്കണമെന്ന് തോന്നാറ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഒരു ഇതും കൂടി വെബ്സൈറ്റിലേക്ക് കൂടി വിളിച്ച് കയറാറുള്ളൂ. അപ്പൊ അതും കൂടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൽ പറയുന്നത് ടാബ്ഡ് ബ്രൗസിംഗ് ഈസ് ആൻ ആക്സെപ്റ്റഡ് ഫീച്ചർ ഇൻ എ വെബ് ബ്രൗസേഴ്സ് that permits the users to open multiple web pages within a single browser. അപ്പൊ ഒരു വിൻഡോ കൂടെ തന്നെ മറ്റു ഇതുകൾ കൂടി നമുക്ക് അത് കാണിച്ചു തരാനായിട്ട് സാധിക്കും എന്നുള്ളത്. Then fourth point പറയുന്നത് ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററി. എന്താണ് ബുക്ക് മാർക്ക് ആൻഡ് ഹിസ്റ്ററിയിൽ പറയുന്നത്? Browsers make users able to bookmark their most liked website for quick access. They also keep a browsing history, permitting users to visit formally visited web pages. അപ്പൊ നമ്മൾക്ക് പ്രധാനമായിട്ട് അല്ലെ ഒരു ബ്രൗസറിലെ വിൻഡോയിൽ ഒന്നിലധികം പേജുകൾ തുറക്കാനായിട്ട് യൂസറിനെ നമുക്ക് അനുവദിക്കുന്നു. അപ്പൊ ഇതെന്താണ്, ഇത് ഒരു പ്രത്യേക ഫീച്ചറാണ് അല്ലെ. നമുക്ക് ഒരു കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യം കാണിക്കണമെങ്കിൽ നമുക്ക് അത് വീണ്ടും കാണിച്ചു തരാനുള്ള സൗകര്യം എന്താണ് ടാബ്ഡ് ബ്രൗസിംഗിൽ വരുന്നത്. അപ്പൊ ഇത് വേഗത്തിൽ നമുക്ക് ഉപയോഗിക്കണം. ഇപ്പൊ രണ്ട് സൈറ്റിന്റെയും കണ്ടന്റുകൾ നമുക്ക് മീൻ ചെയ്തിട്ട് അത് നമുക്ക് വേഗത്തിൽ തന്നെ ഉപയോഗിക്കണമെങ്കിൽ എന്താണ് അത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അത് പോകല്ലേ അല്ലെ, നമുക്ക് ആ വെബ്സൈറ്റ് വേണം എന്നൊക്കെ വരുമ്പോൾ അത് ബുക്ക് മാർക്ക് ചെയ്തിട്ട് ബ്രൗസറിൽ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് മുമ്പ് സന്ദർശിച്ചതിലേക്ക് വീണ്ടും പോകാനായിട്ട് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ
നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഫോണിലാണെങ്കിലും നമ്മുടെ ചില കാര്യങ്ങളെല്ലാം ചില ഇതുകളെല്ലാം എന്തെങ്കിലും മാർക്കുകൾ നമ്മൾ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ മാതിരി ബ്രൗസറിലും അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സൗകര്യമുണ്ട്. ബ്രൗസേഴ്സ് മേക്കേഴ്സ് യൂസ് എബിൾ ടു ബുക്ക് മാർക്ക് ദെയർ മോസ്റ്റ് ലൈക്ക്ഡ് വെബ്സൈറ്റ് ഫോർ ക്വിക്ക് ആക്സസ്. നമുക്ക് പെട്ടെന്ന് അപ്പൊ എടുക്കാൻ പറ്റും ഇങ്ങനെ ബുക്ക് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ. Then they also keep a browsing history parameter users visit formally visited web pages. അപ്പൊ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് വീണ്ടും വെബ്സൈറ്റ് വേഗം തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ എന്താണ്, നമുക്ക് സമയം എടുക്കേണ്ടതല്ല. അപ്പൊ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത നമുക്ക് ഒരുപാട് സമയം അതുകൊണ്ട് നഷ്ടമാവില്ല, നമുക്കത് ഉപയോഗിക്കാനായിട്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള സൗകര്യവും വെബ് ബ്രൗസർ ഒരുക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ എന്താ പറയുന്നത്, വെബ് ബ്രൗസേഴ്സ് ഗിവ് പ്രയോറിറ്റി ടു സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചേഴ്സ് ടു പ്രൊട്ടക്ട് യൂസേഴ്സ് ഡാറ്റ ആൻഡ് പ്രൊവൈഡ് എ സെക്യൂർ ബ്രൗസിംഗ് എക്സ്പീരിയൻസ്. അതായത് നമ്മൾ എന്താണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അതിന്റെ കാര്യങ്ങളല്ല, അത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളായിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. പൊതുവെ നമുക്കറിയാം വെബ്സൈറ്റിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചൂഷൺ ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. വെബ്സൈറ്റിനകത്ത് പ്രസിദ്ധീകരിച്ചാൽ അത് എല്ലാവരും തന്നെ യൂസബിൾ ആക്കും. അപ്പൊ അതിലെന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ കാണിക്കാനായിട്ട് പാടില്ല. അത് പൊതുവെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവിടെ വരാൻ പാടുള്ളൂ. അത് തന്നെയാണ് പറയുന്നത്. അത് പ്രൈവസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെ, സ്വകാര്യതയോട് കൂട്ടിയിട്ട് ഓക്കെ നമുക്കത് സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Browsers give priority to security and privacy features to protect users' data and provide a secure browsing experience. Then popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge and Opera. അങ്ങനെ വ്യത്യസ്ത നിങ്ങൾക്കറിയാം വെബ്സൈറ്റിൽ ഒരുപാടുണ്ട് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെയും യൂസേജ് പോലെ ആയിരിക്കും. ചില കാര്യങ്ങളിൽ നിന്നല്ല, ചില വെബ്സൈറ്റിൽ കയറി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഓരോരുത്തരുടെ മാറ്റർ പോലെ ഇരിക്കും. എനിക്ക് ഇന്ന സൈറ്റിൽ കയറണം എന്നാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറും. അപ്പൊ അതിന് വ്യത്യസ്ത തരത്തിലുള്ള ഏത് യൂസബിൾ ആയിട്ടാണ്, ചിലപ്പോൾ ഗൂഗിൾ ക്രോം വഴി കയറാം, മൊസില്ല ഫയർഫോക്സ് വഴി, അല്ലെങ്കിൽ ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആൻഡ് ഓപ്പറ, അങ്ങനെ ഇത്തരത്തിലുള്ള വെബ്സൈറ്റിലൂടെയൊക്കെ നമുക്ക് കയറി നമ്മുടെ യൂസേജ് നിറവേറ്റാം. യൂസേഴ്സ് ഹാവ് ദ flexibility to select the browser that best suits their preference, needs and platform of choice. അതായത് നമ്മുടെ ആവശ്യങ്ങൾ അല്ലെ, ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഓരോരുത്തർക്ക് ഓരോന്നിലേക്ക് കയറാനായിട്ടുള്ള സാധ്യത വരുന്നത്. ചിലർക്ക് ചില കാര്യങ്ങൾ അല്ലെ, ചില ആവശ്യങ്ങൾ നിറവേറ്റാനായിരിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണമെന്ന് ആവശ്യമുണ്ടായിരിക്കും. അത് ഏത് ബ്രൗസറാണ് നന്നായിട്ട് എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അവര് ആ വെബ്സൈറ്റിലൂടെ കയറി പറ്റുന്നത്. അപ്പൊ അതിന് ചിലപ്പോൾ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ക്രോം വഴിയോ അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് വഴിയോ ആപ്പിൾ വഴിയോ എന്താണെങ്കിലും, ആപ്പിൾ സഫാരി വഴിയോ എന്താണെങ്കിലും അല്ലെ, ചിലപ്പോൾ ടൂറിസം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം ഓരോ വെബ്സൈറ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ കൂടുതൽ പ്രദാനം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതല്ലെങ്കിൽ എന്താ വേറെ അല്ലെ വെബ്സൈറ്റുകൾ ഏത് തന്നെയാണെങ്കിലും ചിലതില് അല്ലെ ക്രോമിൽ കൊടുക്കുന്നതിൽ ചിലർ നമുക്കറിയാം ഗൂഗിളിൽ നേരിട്ട് പോകുന്നവരുണ്ട്, ക്രോം വഴി കയറുന്നവരുണ്ട്, മൊസില്ല ഫയർഫോക്സ് വഴിയുണ്ട്. ചിലതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും രീതിയും ചോയ്സും, അതായത് തെരഞ്ഞെടുപ്പും പോലെ ഇരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. നമ്മളിങ്ങനെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇതെല്ലാം നമ്മളല്ലേ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്ത് പോകുന്നവരായതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
നിങ്ങൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുക്കാനില്ലേ? നമുക്ക് ഇത് ഓടിച്ചിട്ട് തീർക്കണം എന്നില്ല. അത് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ അത് കൊണ്ടുവരാൻ ഞാൻ എന്തായാലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ല. അടുത്ത PDF അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം കൂടി എന്തായാലും ഓടിച്ചിട്ട് എടുത്ത് എന്താ പറയാ, നമ്മുടെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് എല്ലാം കിട്ടിയിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അപ്പൊ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുമില്ല നിങ്ങൾക്ക് നെക്സ്റ്റ് അല്ലെ. എന്തായാലും മെഡിക്കൽ എക്യുപ്മെന്റും കൂടിയോ നമുക്ക് എടുക്കാനുണ്ടോ? ബാക്കിത്തൊക്കെ ടീച്ചേഴ്സ് ഒരുമാതിരി സ്റ്റാർട്ട് ചെയ്തില്ലേ? ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടോ എടുക്കാനായിട്ട്? വേറെ ഏതെങ്കിലും എടുക്കാത്തതുണ്ടോ? ലോണ്ടറി ചെറുതാണ്. ഓക്കെ, ലോണ്ടറി ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ ഇപ്പൊ എന്റെ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം. ഞാൻ ശരിക്കുണ്ടാന്ന് വെച്ചിട്ടും കൂടിയാണ്. നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ കൊണ്ടുവരാം. അടുത്ത ഇന്നത്തേൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്റർനെറ്റ് മുതലാണ് ഞാൻ എടുത്തത്. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് ചൂഷണം ചെയ്യുന്നവരും ഉണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്കറിയാലോ, ഇപ്പൊ ക്യാഷ് വരെ ഒക്കെ അറിയുന്ന അടിച്ചു മാറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട അതൊരു വേറൊരു ടോപ്പിക്കാണ്. അപ്പൊ അതെന്തായാലും മൊത്തം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ഇതുവരെയും ഇന്നത്തെ ക്ലാസ് മൊത്തം എന്താണ്, നെറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റിന്റെ സൗകര്യത്തിന്റെ അത് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും രണ്ട് ക്വസ്റ്റ്യനായിട്ട്. ഒന്നാമതായിട്ട് വെബ് ബ്രൗസേഴ്സ് വഴിയും മറ്റ് നമ്മൾ നേരത്തെ എടുത്ത് അല്ലെ വെബ് ബ്രൗസേഴ്സും ഇതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വോയിസ് കോൾ ഇതൊക്കെ നമ്മൾ നാച്ചുറൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാലോ കമ്പ്യൂട്ടറും മൊബൈലും എപ്പോഴും യൂസബിൾ ആണ്. അത് ഇതെല്ലാം നിങ്ങൾ എടുത്തു നോക്കുന്നതുമാണ്. ജസ്റ്റ് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഓരോന്നിന്റെ പദങ്ങളൊക്കെ നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. ഈ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് ഇതിനൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോ കമ്പനിയുടെയും അല്ലെങ്കിൽ ഓരോ ഇതിന്റെ ഓരോ ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോ ഏത് രീതിയാണെങ്കിലും അതനുസരിച്ചിട്ട് അവർ കൈകാര്യം ചെയ്യും. ഇതിപ്പോ കേൾക്കുമ്പോൾ അയ്യോ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പേടിയൊന്നും ഇനി ആവശ്യമില്ല. കാരണം നമ്മൾ ഏത് ഇതാണോ അതിലേക്ക് നമ്മൾ ലയിച്ചു പോകും. ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ക്യാച്ച് ചെയ്തു പോകും. അപ്പൊ നിങ്ങളിപ്പോ ക്ലാസ്സിലാണെങ്കിലും ആദ്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തവരാണ് എങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി കാണുമായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇത് ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിൾ ആണ്. ഇപ്പൊ എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതൊക്കെ എന്ന് പറഞ്ഞ മാതിരി ഇതിൽ ഏതൊരു സംഭവമാണ് ഏത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എങ്കിലും അത് ആക്ച്വലി ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ നമുക്കൊരു അല്ലെ കമ്പ്യൂട്ടറിന്റെ ആണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മളത് ക്യാച്ച് ചെയ്ത് പോകും. ഡെയിലി യൂസബിൾ ആണ് എങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ക്യാച്ച് ചെയ്യും. അത് തന്നെയാണ്. അപ്പൊ ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഹോസ്പിറ്റലൈസേഷൻ ആയതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാത്തിലും പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ ആ കോഴ്സ് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാത്തിലും അല്ലെ വേഡിന്റെയും എക്സലിന്റെയും ആണെങ്കിലും പവർ പോയിന്റിന്റെ ആണെങ്കിലും ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ ഉണ്ട്.
അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പൊ അതുമായിട്ട് അല്ലെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവാനായിട്ട് അല്ലെ കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒന്നും അറിയില്ല എന്നുള്ള ഒരു ഇത് വേണ്ട, നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സിസ്റ്റം നമ്മൾ യൂസബിൾ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് യൂസ് ചെയ്ത് പോകോളും. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളത് അല്ലെ. വേർഡിലൊക്കെ പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ ഇതുകളെല്ലാം ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എക്സൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷനും ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ എക്സലിലൂടെ തന്നെയാണ് ഡോക്ടേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ കണ്ടായിരുന്നല്ലേ, ആപ്ലിക്കബിലിറ്റിയിൽ കണ്ടായിരുന്നു. അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ പവർ പോയിന്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ടൂൾ ആണെന്ന് ഓർത്ത് വെക്കുക. അതിൽ എന്താണ് വിഷ്വലും ഓഡിയോയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടാണ് പവർ പോയിന്റ് എന്ന ടൂൾ ഉപയോഗിക്കാൻ നോക്കാം. പിന്നെ നമ്മളുടെ ഈ കാലഘട്ടത്തിന്റെ ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ അല്ലെ, നമ്മൾ ഹോസ്പിറ്റലാണെങ്കിലും ചെല്ലുമ്പോൾ അറിയാം പല സൗകര്യങ്ങൾ ഉപയോഗപ്രദമാക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് മൊത്തത്തില് ജസ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ റിവൈസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോ എന്താ ഈ പോർഷൻസ് ഏതാണ്ട് ഇതും കൂടെ ഉള്ളു കവർ ചെയ്യാനായിട്ട്. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ടീച്ചേഴ്സ് ഒന്നിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്നതനുസരിച്ചിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്തായാലും ഈ മാസത്തിൽ അല്ലെ, മാസത്തിനോളം അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ക്ലാസ്സും കഴിയേണ്ടതാണ്. അത്യാവശ്യം കഴിയും, അതിനനുസരിച്ചിട്ട് തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.